ഇത് ഞങ്ങൾ ഈ കുറേ കാലങ്ങൾക്ക് ശേഷം ഇതെല്ലാം എടുത്ത് കംപ്ലീറ്റ് മെറ്റലെടുത്തിട്ട് അവിടെ ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതൊന്നും ഒട്ടിച്ചിട്ടില്ല, നമ്മളിത് വർഷങ്ങളായിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ഇത് ഒട്ടിക്കാതെ വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്കിതെല്ലാം അഴിച്ചിട്ട് 5-8 വർഷമായിട്ട് ഇതിങ്ങനെ തന്നെയാണ്, യാതൊരു ബുദ്ധിമുട്ടില്ല. ഒരു ഒട്ടിക്കാതെ ഇത് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അഴിച്ചിട്ട് അത് കംപ്ലീറ്റ് വൃത്തിയാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള അതിൻ്റെ പണി. ഇത് കണ്ടില്ലേ, ഈ ഡ്രമ്മുകളുടെ ഒരു മീഡിയ കാർഡ് ഉണ്ട്. ആ മീഡിയ കാർഡിലേക്ക് FT/MTA വരുന്ന രീതിയിൽ ഒരു ദോരം ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇതിൻ്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ കാണാം. കണ്ടില്ലേ, വെറുതെ ഒരു പൈപ്പ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിറയെ ദോരങ്ങളായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്കെല്ലാം നമ്മൾ ഇതേപോലെ പൈപ്പുകൾ കണ്ടില്ലേ, അതേപോലെ വെച്ച പോലെ ഈ സംഭവം വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കണ്ട, ഈ രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും ഈ സംഭവം. എല്ലാം ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ലീക്കും ഇല്ലാതെ നമുക്ക് വർഷങ്ങളോളം ഇത് ഉപയോഗിക്കാം. ഇത് കണ്ടില്ലേ, ഈ രീതിയിൽ ഇവിടെ ഒരു എൻഡ് ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ മതി. എൻഡ് ഗ്യാപ്പ് എടുത്ത് ഇത് കണ്ടില്ലേ, ഇവിടെ എൻഡ് ഗ്യാപ്പ്, ഇതെല്ലാം നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു ഡ്രമ്മിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഈ കുമ്പളങ്ങ ഒക്കെ കേട്ടോ. അതിപ്പോൾ കഴുകാൻ വേണ്ടി എടുത്ത പാകം നാശമായിട്ട് 2-3 ദിവസം വെള്ളമൊന്നും കിട്ടാതായപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പാടിയിട്ടുണ്ട്. 2-3 ദിവസം ഇത് വർക്ക് ചെയ്തിരുന്നില്ല, കംപ്ലീറ്റ് ക്ലീനിങ് ആയിരുന്നു. കുറേശ്ശായിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്ത് കണ്ടേ. ഇവിടെയാണ് നമ്മൾ സൈഫൺ വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് എടുത്തിട്ട് ഉപയോഗിക്കാം. കണ്ടില്ലേ, ഇവിടെ ഒരു ടീ വെച്ചിട്ട് ഒരു 1.5 ഇഞ്ചിൻ്റെ PVC പൈപ്പുകളാണ് ഇതൊക്കെ. 1.5-ക്ക് 3/4 റെഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഡ്രമ്മുകളിലൊക്കെ കൊടുത്തിട്ടുള്ള 1.5-ക്ക് 3/4 റെഡ്യൂസർ ടീ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ല, അതിൻ്റെ ഏകദേശം നടുക്കിലായിട്ടാണ് ഈ സൈഫൺ വെച്ചെടുത്തിട്ടുള്ളത്. ഈ സൈഫണിൻ്റെ ഈ ഹൈറ്റ് വരെയാണ് നമുക്ക് ഈ വെള്ളം ഈ ഡ്രമ്മുകൾ നിറയേണ്ടത്. അതിനനുസരിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഈ സൈഫണിൻ്റെ ഹൈറ്റ് ക്രമീകരിക്കേണ്ടത് ഇതിൻ്റെ ഹൈറ്റ് വരെ. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഏകദേശം 1 ഇഞ്ച് താഴെ അല്ലെങ്കിൽ 2 ഇഞ്ച് താഴെ വരെ മേലേക്ക് വെള്ളം വരാത്ത രീതിയിൽ വെള്ളം കയറി ഇറങ്ങുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അക്വാപോണിക് സിസ്റ്റം സെറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഐഡിയ പ്രകാരം എങ്ങനെ വേണമെങ്കിലും വെള്ളം ഈ ഗ്രോ ബെഡുകളിലൊക്കെ നിറയണം. ഈ 2 ഇഞ്ച്, അതായത് ഈ കല്ലിൻ്റെ താഴെ വരെ. ഇതിൻ്റെ കല്ലിൻ്റെ മേലേക്ക് വന്നാൽ പായൽ വന്നിട്ട് ഈ കല്ലൊക്കെ വൃത്തിയിടാവും, ക്ലോഗ് ആവുകയും ചെയ്യും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കല്ലിൻ്റെ മേലെ നിന്ന് 2 ഇഞ്ച് താഴെ വരെ വെള്ളം വരുന്ന രീതിയിൽ വെള്ളം കയറുകയും വേണം. കയറിയ വെള്ളം മോട്ടർ ഓഫ് ആകുമ്പോൾ റിട്ടേൺ പോവുകയും വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരേ പൈപ്പിലൂടെ വെള്ളം കയറ്റി ഇറക്കുന്നത്. ഇതെല്ലാം കൂടി നമ്മൾ കൊണ്ടുപോയി വെക്കുന്നത് മോട്ടറിലേക്കാണ് കൊണ്ടുപോയി വെക്കേണ്ടത്. അവിടെയാണ് സബ്മർസിബിൾ പമ്പ് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ ആദ്യം സെറ്റ് ചെയ്തില്ല, ഇങ്ങനെ വേണമെന്നൊന്നുമില്ല. ഈ ഒരു സംഭവം നേരെ കൊടുത്തിട്ട് മോട്ടറിലേക്ക് കണക്ട് ചെയ്യാം. ഇതെല്ലാം കൂടി ഒന്നിച്ച് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ മോട്ടർ ഓണാകുമ്പോൾ ഇതിലൊക്കെ വെള്ളം കയറും. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. മോട്ടർ ഫിഷ് ടാങ്കിൻ്റെ അടിയിൽ വെക്കുന്നു, മോട്ടർ ഇതിലെല്ലാം കണക്ട് ചെയ്യുന്നു. ഇത് 1.5 PVC പൈപ്പ്, ഇങ്ങനെയുള്ള കുറച്ച് വലിയ ടാങ്കുകളാണെങ്കിൽ 1.5 PVC പൈപ്പ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ 1 ഇഞ്ചിൻ്റെ PVC പൈപ്പ് ഉപയോഗിച്ച് 1-ക്ക് 1/4 റെഡ്യൂസ് ചെയ്യാം. ഇത് 1.5-ക്ക് 3/4 1.5-ക്ക് 1 ഒക്കെ ആയിട്ടാണ് റെഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം കുറച്ച് ഭാഗം 3/4-ക്കും കുറച്ച് ഭാഗം 1-ക്കൊക്കെ ആയിട്ട് ആദ്യം നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രമ്മുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. എല്ലാം 1-ക്ക് 3/4 റെഡ്യൂസ് ചെയ്തിട്ട് കൊടുത്താൽ മതി എല്ലാ ഡ്രമ്മിലേക്കും. അപ്പോൾ എല്ലാം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ ഈ മോട്ടറിൽ നിന്നും വരുന്ന ആദ്യത്തെ കണക്ഷനിൽ ആദ്യം വരുന്ന ബെഡുകളിൽ പെട്ടെന്ന് വെള്ളം നിറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 1-ക്ക് 3/4 റെഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ ഈ 2 ഡ്രമ്മുകളിൽ 1-ക്ക് 1/2 റെഡ്യൂസ് ചെയ്യുന്നതാണ് നല്ലത്. 1-ക്ക് 1/2 റെഡ്യൂസ് ചെയ്ത് വേണം ഈ 2-3 ഡ്രമ്മുകളിൽ ആദ്യത്തെ മോട്ടറിൽ നിന്ന് വരുന്ന ആദ്യത്തെ 2-3 ഡ്രമ്മുകളിൽ റെഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ. മറ്റെല്ലാത്തിലും 1-ക്ക് 3/4 ഇഞ്ച് റെഡ്യൂസർ ടീ വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ 3 മാത്രം നമ്മൾ എന്ത് ചെയ്യണം, 1-ക്ക് 1/2 റെഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാറ്റിലും ഒരേപോലെ വെള്ളം നിറയും. വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈഫണിലൂടെ മൊത്തം വെള്ളം ഡ്രെയിൻ ആവും. അപ്പോൾ നമ്മളൊരു ടൈമർ വെച്ച് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഈ സൈഫണിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്യാത്ത ഇഷ്യൂസൊക്കെ നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ ഒരേ പൈപ്പിലൂടെ വെള്ളം കയറണം. പണ്ടത്തെ രീതിയിൽ വെള്ളം മേലെ കൂടെ കയറി വന്നിട്ട് താഴെ കൂടെ സൈഫണാവുന്ന സംവിധാനം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സിസ്റ്റം പ്രവർത്തിക്കില്ല, ടൈമറിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരേ പൈപ്പിലൂടെ വെള്ളം ഗ്രോ ബെഡിൽ കയറണം. നിറഞ്ഞു കഴിഞ്ഞാൽ അതേ പൈപ്പിലൂടെ ഡ്രെയിൻ ആവണം. ഡ്രെയിൻ ആയി കഴിയുമ്പോൾ വേറൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ സബ്മർസിബിൾ പമ്പ് എടുത്ത് കഴുകുന്ന ആ ഒരു പരിപാടി നമുക്ക് വേണ്ടെന്ന് വെക്കാം. കാരണം വെള്ളം റിട്ടേൺ പോകുമ്പോൾ അതൊരു സെൽഫ് വാഷിംഗ് സംഭവം കൂടി നടക്കുന്നുണ്ട്. അത്
മോട്ടറിൽ നിന്നും ഈ ബെഡിൽ നിന്നും തിരിച്ച് മോട്ടറിലൂടെ വെള്ളം പോകുമ്പോഴും അല്ലെങ്കിൽ സൈഫണിലൂടെ പോയിട്ട് കുറച്ച് വെള്ളം മോട്ടറിലൂടെ റിട്ടേൺ എന്തായാലും പോകും. ആ വെള്ളം മോട്ടർ അതിൻ്റെ വല്ല തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീങ്ങിയിട്ട് നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും. മീനുകളൊക്കെ ഒത്തുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഒരേ പൈപ്പിലൂടെയുള്ള വെള്ളം കയറിറങ്ങുന്ന സംഭവമാണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ഒരു ക്ലോഗ് ആവാതെയും ഒരു രീതിയിൽ ഇത് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യില്ല. എപ്പോഴും ഇങ്ങനെ, കാരണം ടൈമർ വെച്ച് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സൈഫണാവുന്ന സമയം വരെ, ഇപ്പോൾ വെള്ളം നിറഞ്ഞ് സൈഫണായി കഴിഞ്ഞാൽ മോട്ടർ ഓഫ് ആവുന്ന രീതിയിൽ ടൈം സെറ്റ് ചെയ്യുക. അപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം നിറഞ്ഞ് ഡ്രെയിൻ ആവുന്നതിൻ്റെ ഇടയ്ക്ക് മോട്ടർ ഓഫാവും. ഓഫായി കഴിഞ്ഞാൽ മൊത്തം വെള്ളം പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ആവുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ വീണ്ടും നമുക്ക് വെള്ളം നിറക്കാനും, വെള്ളം എപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങുന്നത് വളരെ നല്ലതാണ്. എപ്പോഴും വെള്ളം കയറണം ഇറങ്ങണം അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഗ്രോത്ത് കിട്ടും. കാരണം അവർക്ക് പെട്ടെന്ന് കയറുമ്പോൾ അവർക്ക് വേണ്ടത് നല്ല ആവശ്യമുള്ള മൂലങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് ഡ്രെയിൻ ആകുമ്പോൾ വേരുകൾക്ക് ധാരാളം ഓക്സിജനും, വേരുകൾക്ക് മാത്രമല്ല എല്ലാ ബാക്ടീരിയകൾക്കും ധാരാളം ഓക്സിജൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ അക്വാപോണിക്സിന് വേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ ഐഡിയ പ്രകാരം മീനുകൾ കൊത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഐഡിയ പ്രകാരം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയുള്ള അടിപൊളി സംഭവങ്ങൾ ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഒരേ പൈപ്പിലൂടെ വെള്ളം ഇറങ്ങുന്ന രീതിയിൽ ചെയ്താലാണ് നമ്മൾ ടൈമർ വെച്ചിട്ടുള്ള ഈ സംവിധാനം നല്ല രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ ചെയ്യാനും നല്ലത് ഭക്ഷിക്കാനും കഴിയട്ടെ എന്ന പ്രാർത്ഥന ഇവിടെ നിർത്തുകയാണ്. ഇതൊക്കെ കണ്ടില്ലേ, കുമ്പളണ്ടായിരിക്കുന്ന കണ്ടില്ല, ഈ ഒരൊറ്റ വള്ളിയിൽ നിന്നാണ്. ഈ ഒരൊറ്റ വള്ളി പടർന്നിട്ടാണ് കുമ്പളങ്ങൾ ധാരാളം ഉണ്ട്. കുറച്ച് ദിവസമായിട്ട് അതിലേക്ക് വെള്ളം കിട്ടാത്തതുകൊണ്ടുള്ളൊരു ഇഷ്യൂസ് ഉണ്ട്. കണ്ടമാനം കുമ്പളങ്ങ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു വള്ളിയിൽ നിന്നും നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ളത്, നമുക്ക് വിൽപ്പനയല്ല, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യം നല്ലത് ഭക്ഷിക്കാൻ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ നമുക്ക് ധാരാളം കഴിയും. അങ്ങനെ എല്ലാവർക്കും നല്ലത് ഭക്ഷിച്ച് ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.